വറഹമത്തുള്ള. കോമൺ കോഴ്സ് അറബിക്ക് സെലക്ട് ചെയ്ത BA വിദ്യാർത്ഥികളുടെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഷർറുൻ വ ഖൈറുൻ, തിന്മയും നന്മയും. അബുൽ അത്താഹിയ എന്ന അറബി കവി എഴുതിയ വളരെ രസകരവും വളരെ ചിന്തോദ്ദീപകവുമായ ചെറിയൊരു കവിതാഭാഗമാണ് പഠിക്കാനുള്ളത്. ഒരുപാട് നല്ല പദങ്ങൾ ഈ പദത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. വിവിധ വിഷയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പദങ്ങൾ പഠിക്കാനുണ്ട്. കൂടുതൽ പദങ്ങൾ ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചെടുക്കുക. ഷറുൽ മക്കാലി അൽ കദിബു, വാക്കുകളിൽ ഏറ്റവും മോശമായത് കളവാണ്. ഷർറ് എന്നതിന് ഏറ്റവും മോശമായത് എന്നർത്ഥമുണ്ട്. ഖൈറ് എന്നതിന് ഏറ്റവും നല്ലത് എന്ന അർത്ഥമുള്ളതുപോലെ ഷറുൽ മക്കാലി, മക്കാലിന കൗല് വാക്ക്, വാക്കുകളിൽ നിന്ന് ഏറ്റവും മോശമായത്, വാചകങ്ങളിൽ നിന്നും ഏറ്റവും മോശമായതും അൽ കദിബു കളവാണ്. ഖൈറുൽ ഖൈസാലി അൽ അദ്ബു, കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് മര്യാദയാണ്. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളും കുറേ ചീത്ത കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഈ കവിതയിലൂടെ. അൽ ബുഖ്ലു ഐബുൻ ഫാലിഹു, അൽ ബുഖ്ലു പിശുക്ക്, ഐബുൻ അത് ന്യൂനതയാണ്, ഫാലിഹു മാനക്കേടുണ്ടാക്കുന്നതാണ്. അൽ ബുഖ്ലു ഐബുൻ ഫാലിഹു, പിശുക്ക് മാനക്കേടുണ്ടാക്കുന്ന ന്യൂനതയാണ്. വൽ ജൂദു സിത്തുറുൻ സ്വാലിഹു, ധർമ്മം ബുഖലിൻ്റെ വിപരീതമാണ് ജൂദ്, ദാനധർമ്മശീലത്തിനൊക്കെ ജൂദ് എന്നാണ് പറയാം. വൽ ജൂദു ദാനധർമ്മം ചെയ്യൽ, സിത്തുറുൻ മറയാണ്, സ്വാലിഹുൻ നല്ല മറയാണ്. അപ്പോൾ നമുക്ക് വന്നു പോകുന്ന തിന്മകൾക്കൊക്കെ ഒരു മറയായിട്ട് ഭവിക്കും നമ്മുടെ ദാനധർമ്മങ്ങൾ. അൽ അഖലു ഖാലിൻ ആദിലു, ബുദ്ധി ശരിക്കുള്ള സൽബുദ്ധി എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാം. അൽ അഖലു ബുദ്ധി, ഖാലിൻ വിധികർത്താവാണ്, ആദിലുൻ നീതിമാനായ. അൽ അഖലു ഖാലിൻ ആദിലു, ബുദ്ധി നീതിമാനായ വിധികർത്താവാണ്. വൽ ഉജ്ബു അഹങ്കാരം, ദാഉൻ ഖാത്തിലു മനുഷ്യനെ കൊന്നുകളയുന്ന മരുന്നാണ്. അപ്പം അല്ലെങ്കിൽ അസുഖമാണ് എന്ന് വേണമെങ്കിലും വെക്കാം. വൽ ഉജ്ബു ദാഉൻ ഖാത്തിലു, ദാ എന്നതിന് മറള് എന്നാണ് യഥാർത്ഥ അർത്ഥം. വൽ ഉജ്ബു ദാഉൻ ഖാത്തിലു, അഹങ്കാരം അല്ലെങ്കിൽ താൻ വലിയവനാണ് എന്ന ധാരണ, അതൊക്കെ ദാഉൻ ഖാത്തിലു കൊന്നുകളയുന്ന മരുന്നാണ്. അൽ ഉംറു ലൈഫുൻ റാഹിലുൻ, അൽ ഉംറു വയസ്സ്, അൽ ഉംറു വയസ്സ്, ലൈഫുൻ റാഹിലുൻ യാത്ര പോകുന്ന അതിഥിയാണ്. നമ്മുടെ വയസ്സിങ്ങനെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ, ഒരു ന്യൂ ഇയറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോ വർഷങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകും. ഒരു അതിഥിയാണ്. ഇങ്ങനെ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് സഞ്ചാരിയായ അതിഥിയാണ്. റാഹിൽ തന്നെ മുസാഫിറായിട്ടുള്ളത്. വൽമാലു ലില്ലുൻ സാഇലുൻ, വൽമാലു ധനം, ലില്ലുൻ അതൊരു നിഴലാണ്, സാഇലുൻ നീങ്ങിപ്പോകുന്ന നിഴലാണ്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബ്, അൽ ബിർറ് ബിർ എന്ന പദത്തിന് ഗുണം ചെയ്യൽ എന്നർത്ഥമുണ്ട്. ബർറ് എന്ന് ഫത്ഹാകുമ്പോൾ കര എന്നർത്ഥം. ബുർറ് എന്ന് പറയുമ്പോൾ അത് ധാന്യം എന്നായി മാറും. ഒരേ വാക്കിന് വിവിധ ഹർക്കത്തുകൾ കൊണ്ട് വരുന്ന മാറ്റങ്ങളാണത്. അൽ ബിർറു ബിർറ് ഗുണം ചെയ്യൽ, ലിൽ ഹുബ്ബി സബബ് അതൊരു സ്നേഹത്തിന് കാരണമാണ്. മറ്റുള്ളവർക്ക് ഗുണം ചെയ്താൽ തിരിച്ച് സ്നേഹം കിട്ടാൻ അതൊരു കാരണമാകും. ഇന്നൽ ബഖീല ലാ യുഹബ്, എന്നാൽ പിശുക്കനാരും ഇഷ്ടപ്പെടുകയില്ല. സ്നേഹം നഷ്ടപ്പെടാനുള്ളൊരു കാരണമായിട്ട് പിശുക്കും മാറും. തൊഹാറത്തുൽ അഖ്ലാഖ്, തൊഹാറത്തുൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവശുദ്ധി. തഹാറത്തുൽ അഖ്ലാഖി സ്വഭാവത്തിൻ്റെ ശുദ്ധി, സ്വഭാവശുദ്ധി എന്നത്. മിൻ കറമിൽ അറാഖ്, തലമുറ. അറാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള തലമുറകൾ, ശരിക്കും ഇറക്ക് എന്ന് പറഞ്ഞാൽ വേര് എന്നൊക്കെ അർത്ഥമുണ്ട്. അഥവാ നമ്മുടെ ഗോത്രങ്ങളുടെ തലവേരുകളുടെ, നമ്മുടെ കുടുംബങ്ങളുടെയൊക്കെ തലമുറകളുടെ മാന്യതയിൽപ്പെട്ടതാണ്. കറമ് പറഞ്ഞാൽ ഔന്നിത്യം, മാന്യത. അറാഖ് തന്നെ തലമുറ, മുൻ തലമുറയുടെ മാന്യത. അപ്പം മുൻകാലത്തെ ആളുകളുടെയൊക്കെ ഒരു മാന്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് സ്വഭാവശുദ്ധി എന്ന് പറയുന്നത്. അൽക്കിദിബു വ നമീമത്തു, കളവും ഏഷണി പറയലും, വൽ ഖദറു വഞ്ചനയും, ഷർറു ഷീമത്തിൻ ചീത്ത ലക്ഷണങ്ങളാണ്, മോശം ലക്ഷണങ്ങളാണ്. ഷീമത്തിന് അടയാളം, ലക്ഷണം എന്നൊക്കെ അർത്ഥം. അപ്പോൾ വഞ്ചനയും കളവും ഏഷണിയും ഒക്കെ മോശം ലക്ഷണങ്ങളാണ്. തഅന്ന ഫിൽ ഉമൂർ, അതുകൊണ്ട് തന്നെ കാര്യങ്ങളിൽ നീ ജാഗ്രത പുലർത്തുക. തഅന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ജാഗ്രത മതി എന്ന് പറയില്ല. തഅന്ന കാര്യങ്ങളിൽ നീ ബി കോഷ്യസ്, ആ കാര്യങ്ങളിൽ നീ ജാഗ്രത പുലർത്തുക. ലാസിയമ്മ അസുറു, പ്രത്യേകിച്ച് സന്തോഷത്തിൽ ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞാൽ അമിതാഹ്ലാദം പാടില്ല, സന്തോഷം പാടില്ല എന്നല്ല, അമിതാഹ്ലാദം, ആഹ്ലാദത്തിനൊക്കെ ഒരു അതിരുവിട്ട് ആഹ്ലാദിക്കരുത് എന്നാണ്. വായ്ജൽ ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് പെട്ടെന്ന് സഞ്ചരിക്കുക. മിൻ ഹദറിൽ ഫവാത്ത്,
നന്മകൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്തോടു കൂടെ നമ്മൾ നന്മകൾ ചെയ്യാൻ പെട്ടെന്ന് സാബിഖൂ ഇലൽ ഖൈറാത്തി എന്നല്ലേ, നന്മകളിലേക്ക് നമ്മൾ പെട്ടെന്ന് ഓടിച്ചാടി ചെല്ലണം. നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു കവിത എഴുതിയത് അബുൽ അത്താഹിയാണ്. ആരാണ് അബുൽ അത്താഹിയ എന്ന് താഴെ പറയുന്നുണ്ട്. കവികളെക്കുറിച്ച് പഠിക്കൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കഴിഞ്ഞ പരീക്ഷ എഴുതിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. കവികളെക്കുറിച്ച് എഴുതാൻ തന്നെ 6 മാർക്കിൻ്റെ ചോദ്യത്തിലൊക്കെ വന്നിരുന്നു. അബുൽ അത്താഹിയ ഹുവ ഷാഇറുൻ അറബിയുൻ ആഷഫിൽ അസുൽ അബ്ബാസി കാലഘട്ടത്തിൽ ജീവിച്ച അറബി കവിയാണ് അബുൽ അത്താഹിയ. ഉലിദഫി ഐനുത്തംർ മിനൽ ഇറാഖിലെ ഐനുത്തംറിൽ ക്രിസ്താബ്ദം 747 അദ്ദേഹം ജനിച്ചത്, 130 ഹിജറ വർഷത്തിൽ. ഇസ്മുഹുൽ ഹഖീഖി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇസ്മായിൽ ബിൻ ഖാസിം ബിൻ സുവൈദ് എന്നാണ്. ഇന്തഖല ഇല ബഗ്ദാദ് വാമില ഫി ഖിദ്മത്തിൽ ഖലീഫ അൽ മഹദി. ബഗ്ദാദിൽ പോയി മഹദി ഖലീഫയുടെ സേവകനായി അദ്ദേഹം ജോലി അനുഷ്ഠിച്ചു. ലക്കിന്നഹു മാല ഇല ഹയാത്തി സുഹ് വബ്തഅദൻ മലാഹിരി ദുന്യവിയ. പിന്നീട് അദ്ദേഹം ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക് നീങ്ങി ദുനിയാവിൻ്റെ ലോകത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിദൂരത്തായി. തമയ്യസ ഷെറുഹു ബിസുഹദി വൽ ഹിക്മ. പരിത്യാഗത്തെക്കുറിച്ചുള്ളതാണ്, സുഹദിലാണ് അദ്ദേഹത്തിൻ്റെ കവിത. വൽ ഹിക്മ ഫിലോസഫിയിലും. ബഗ്ദാദിൽ 826 അദ്ദേഹം അന്തരിച്ചു. എന്താണ് ഷായർ. ഇനി അദ്ദേഹത്തിൻ്റെ ഫിക്റത്തു ഷെയർ, അദ്ദേഹം പറയുന്ന ഈ കവിതകളുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് അൽ കദിബു ഹുവ അസ്വ ഉമായുഖാൽ. ഓരോ വരികളുടെ ആശയമായിട്ട് പറയുകയാണ്. അൽ കദിബു ഹുവ അസ്വ ഉമായുഖാൽ, പറയപ്പെടുന്നവയിൽ ഏറ്റവും മോശമായതാണ് കദിബ്. ബൈനമൽ അദബു ഹുവ അഫ്ളലുമായ തസിഫു ബിൽ ഇൻസാൻ. അദബ് മര്യാദയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും നല്ല കാര്യം. അൽ ബുഖുലു സിഫത്തും മക്റൂഹ തക്ഷിഫു യൂബ സാഹിബി. പിശുക്ക് എന്നുള്ളത് വെറുക്കപ്പെടുന്നൊരു വിശേഷണമാണ്, ഒരാളുടെ ന്യൂനത അത് പുറത്തു കൊണ്ടുവരും. എന്നാൽ കറമു എന്ന് പറയുന്നത് തസ്തുറോ യൂബഹു, ഔന്നിത്യവും മാന്യതയും ഒക്കെ അവൻ്റെ ന്യൂനതകളെ മറച്ചു പിടിക്കും, കവർ ചെയ്യും. അല്ല അഖലു യഹ്കും ബിൽ അദിൽ വയുവാസിനുൽ ഉമൂറ. നല്ല ബുദ്ധിയുള്ള ആൾക്ക് അയാളുടെ ബുദ്ധി നീതി കൊണ്ട് വിധിക്കുകയും കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യും. അമൽ ഖുറൂറു ഫഹുവ മറലുൻ ഖദ് യുഅദ്ദി ഇലൽ ഹലാക്ക്. എന്നാൽ അഹങ്കാരം എന്നുള്ളത് അതൊരു അസുഖമാണ്, അത് നാശത്തിലേക്ക് നയിക്കും. പിന്നെ അൽ ഹയാത്തു ഖസീറത്ത്, ജീവിതം ചെറുതാണ്, പെട്ടെന്ന് നീങ്ങിപ്പോകുന്നവനാണ്, ഏതുപോലെ വന്ന ഒരു അതിഥി പോകുന്നത് പോലെ. ധനവും അതുപോലെ തന്നെയാണ്, അതൊരു നിഴൽ പോലെയാണ്. നിഴൽ വെളിച്ചം വന്നാൽ നിഴൽ നഷ്ടപ്പെടും, അതുപോലെ ഇത് നീങ്ങിപ്പോകുന്നതാണ്. ഫീലൽ ഖൈരി യജ്ലിബുഹുൽ മഹബ്ബ. നല്ല കാര്യങ്ങൾ ചെയ്യൽ സ്നേഹമുണ്ടാക്കും. അമ്മ ഷഖ്സുൽ ബഖീലു ഫലാ യുഹിബ്ബുഹുന്നാസ്. പിശുക്കനായ ആളെ ആരും ഇഷ്ടപ്പെടുകയില്ല. അൽ അഖ്ലാഖു ത്വയ്യിബതു തഅതി മിനൽ അസ്ലിൽ കരീം വന്നസബി ത്വയ്യിബ്. സൽസ്വഭാവം എന്ന് പറയുന്നത് നല്ല തലമുറയുടെയും നല്ല ആളുകളുടെയും പിൻഗാമിയായി ആയതിൻ്റെ അടയാളമാണ്. നല്ല പൈതൃകവും നല്ല പാരമ്പര്യമുള്ളവരുടെ സ്വഭാവമാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത്. കളവും ഏഷണി പറയലും വഞ്ചനയും മോശം സ്വഭാവമാണ്, അത് സ്വഭാവത്തെ നശിപ്പിക്കും. അതുകൊണ്ട് കാര്യങ്ങളിൽ നീ മിതത്വം പാലിക്കുക, ജാഗ്രത പുലർത്തുക. ഫറഹ് സഹാദത്ത് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും. സാരിയിലി ഫേലിൽ ഹൈരി ഹൗഫം മിൻ ലയാ ഇൽ ഫുറസി സമീന. വിലപിടിപ്പുള്ള സമയം നഷ്ടപ്പെടാതെ നന്മകളിലേക്ക് പെട്ടെന്ന് നീ കുതിക്കുക. ഈ കാര്യങ്ങൾ വെച്ച് തന്നെയാണ് അടുത്ത തംറീനാത്തും കൊടുത്തിട്ടുള്ളത്. ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈർ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.